നിങ്ങളുടെ 45-ാമത്തെ വയസ്സിൽ SIP സ്റ്റാർട്ട് ചെയ്ത് 55-ാമത്തെ വയസ്സിൽ 2 കോടി റിട്ടയർമെന്റ് കോർപ്പസ് ആയി എടുക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട SIP തുക എന്നത് 82,000 രൂപ. ഇതേ നിങ്ങൾക്ക് 40 വയസ്സാണെങ്കിൽ 37,000 രൂപ മാസാമാസം SIP ആയി ചേർത്താൽ നിങ്ങളുടെ 55-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് 2 കോടി ലഭിക്കും. ഇനി നിങ്ങൾക്ക് 35 വയസ്സ് എന്നെടുത്താൽ മാസാമാസം 18,000 രൂപ SIP ആയി ചേർത്താൽ നിങ്ങളുടെ 55-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് 2 കോടി ലഭിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് 25 വയസ്സ് എന്നെടുത്താൽ മാസാമാസം വെറും 9,000 രൂപ SIP ചെയ്താൽ നിങ്ങളുടെ 55-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഈസിലി 2 കോടി രൂപ ലഭിക്കും. എന്നാൽ ഈ SIP എന്നത് ആരെങ്കിലും ഏതെങ്കിലും കുറച്ച് ഫണ്ട് തന്നു അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതിനായി നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഗോള് മനസ്സിലാക്കുക, നിങ്ങളുടെ ടൈം മനസ്സിലാക്കുക, മാർക്കറ്റിന്റെ കണ്ടീഷനും അനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പീരിയോഡിക്കലി റീഅലോക്കേറ്റും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ പറയുന്ന 13% മുകളിൽ റിട്ടേൺസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾക്കും ഒരു 2 കോടി അല്ലെങ്കിൽ 5 കോടി അല്ലെങ്കിൽ ഒരു 10 കോടിക്ക് മുകളിൽ SIP ചെയ്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലസ് നിങ്ങളൊരു സീരിയസ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു 1, 2, 3 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോർപ്പസ് ഒന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല. ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ടോപ്പിക്കുകൾ ഡെയിലി ലഭിക്കാൻ നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ. പ്രോപ്പറായി ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എപ്പോഴും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്. അതുവഴി നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ പ്രോപ്പറായി സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഗോളിനനുസരിച്ച് ഫണ്ടിൽ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.